മാസ്റ്റർ ഈ വരുന്ന ജൂലൈ 15 ലോഞ്ച് ചെയ്യുന്നു. കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. Welcome all of you, and now we are watching E-Master presents Let's Go Coaching Up Superpower. ഏതെല്ലാം സ്റ്റാർ മാജിക്കിന്റെ സൂപ്പർ പവർ ആയിട്ടുള്ള ഈ ഒരു ഈവെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഈവെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് തമാശകൾ, അതുപോലെ തന്നെ പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾ ഇങ്ങനെ കോർത്തിണക്കിയിട്ടുണ്ട്. അതുപോലെ രസകരമായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങളും എന്തൊക്കെയാണെന്നുള്ള വഴി അറിയാം. സോ വെൽക്കം ടു ഈവെന്റ്. സോ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഈവെന്റിൽ നിങ്ങളും ഭാഗമാവുക, പൊട്ടിച്ചിരിക്കാൻ ഗെറ്റ് റെഡി. ഓക്കെ, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക് സൂപ്പർ പവർ ആയിട്ട് വരുമ്പോൾ എന്തായാലും നമ്മുടെ ടീമായിട്ട് തന്നെ കളിച്ചാലേ അതിലൊരു രസം ഉണ്ടാവുള്ളൂ അല്ലെ. അതിപ്പോ ഈവെന്റ് ആണെങ്കിലും നമ്മുടെ ഗെയിം ആണെങ്കിലും എന്താണെങ്കിലും എന്നാലൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് കൂടുള്ളൂ. സോ ഇന്ന് നമ്മുടെ സൂപ്പർ പവറിലേക്ക് സൂപ്പർ പവറോട് കൂടി വരാൻ പോകുന്ന ടീം മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? ലെറ്റ്സ് വെൽക്കം ദി എന്റെ ടീം വിത്ത് സൂപ്പർ പവർ. മാവാട്ടും പോലെ ഒരു കറക്ക അല്ലേ? എനിക്ക് കറക്കാൻ പറ്റിയില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ചേട്ടന്മാരോട് വെരി സോറി ടു സേ. അയ്യോ, കൂട്ടം തെറ്റിപ്പോയോ? അല്ല ലക്ഷ്മി, 2 കുഞ്ഞാടുകൾ കൂട്ടം തെറ്റിപ്പോയി. അബദ്ധത്തിന് ഞാൻ ഇവിടെ, ഷിയാസ് ബ്രോ അവിടെ ആയിപ്പോയി. അല്ലല്ല ലക്ഷ്മി, അതായത് ഷിയാസിനെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം അവൻ പഠിച്ചു വെച്ചതേ അവൻ ചെയ്യൂ. കാരണം അവൻ ഇത്ര നാളും അവൻ തന്നെയാണ് നിന്ന് അവന്റെ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെട്ടു പോയി. പക്ഷെ ഇത് അങ്ങനെ അല്ല. എനിക്ക് ഇങ്ങോട്ടായിരുന്നു ചായ്വ്, അറിയാണ്ട് വന്നു പോയതാ. തങ്കച്ചനെ കണ്ടിട്ടാണ് അത് അടിമാലിയെ കണ്ടിട്ടാണ്? ഹിറ്റ്ലറാ. ഏത് ഹിറ്റ്ലറെ ഉദ്ദേശിച്ചേ? സിനിമയിലെ മമ്മൂക്ക. മമ്മൂക്ക. അപ്പൊ അത്രയും പെങ്ങന്മാരോ? മമ്മൂക്കയുടെ ഉദ്ദേശം അറിയില്ല ഈ ഹിറ്റ്ലറിന്. അത് വേറെ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ എപ്പിസോഡിൽ സ്റ്റാർട്ടിങ് തന്നെ സ്കോർ ചെയ്തത് ഗേൾസ് ആയിരുന്നു. അതങ്ങനെ ആയിരിക്കും. ആ ഗേൾ പെണ്ണുങ്ങളെ സൈഡിൽ ഞാൻ നിങ്ങളെ പൊക്കി പറയണമെങ്കിൽ ഞാൻ ചെന്നൊരു ചുരിദാർ ഇട്ടുണ്ട്. അവർ സ്കോർ ചെയ്തു. അവരുടെ കുറച്ച് കൗണ്ടർ പറയാൻ അങ്ങനെയല്ല, കമ്പാരിറ്റീവ്ലി അല്ല. ഈ അനുവിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ കോസ്റ്റ്യൂമർ, എന്റെ സ്റ്റൈലിസ്റ്റ് വൃന്ദയുടെ അടുത്ത് ചേച്ചി ഒരു ബെൽറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ബെൽറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ പ്രസന്റേഷൻ പേപ്പറിലൊക്കെ നമ്മൾ പൊതിയണ റാപ്പ് ചെയ്യണ സാധനമില്ലേ, ആ റിബൺ വെച്ചിട്ടാണ് ഇത് ഇത്രയും പണി ഒപ്പിച്ചു വന്നിട്ടുള്ള. ഒന്ന് കേറിക്കൂ. ഒരു ബെൽറ്റ് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു ഇത് മറ്റേ പള്ളിയിൽ അച്ഛനെ പോലെ ഉണ്ടെന്ന്. അപ്പൊ പിന്നെ വിചാരിച്ചു പിന്നെ ആബേലച്ഛന്റെ ചേട്ടൻ പറഞ്ഞില്ലേ വന്നപ്പോ കൊള്ളാന്ന്. നിന്നെ അല്ല, നല്ല ഒരു മുൾക്കാ താടി കൂടെ വെച്ചാൽ കറക്റ്റ് ജോയി മാറ്റി.
അല്ല അനു അനു അല്ല മുടിയില് മാത്രല്ല വേസ്റ്റിലും ഇട്ടിട്ട് വന്നിരിക്കുക ആ റിബൺ. അല്ല ആ തലമുടി നന്നായിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിൽ ഉത്സവ പറമ്പില് നമ്മുടെ ഒരു കിഴങ്ങ് പുഴുങ്ങി വെക്കും ഈ നീളമുള്ള സാധനം അറിയാമോ? കഴിച്ചിട്ടുണ്ടോ? കൂവക്കിഴങ്ങ്. ആ, കൂവക്കിഴങ്ങ്. കൂവക്കിഴങ്ങ്. അതെ. കൂവക്കിഴങ്ങ്. ഹലോ കുംഫു മാസ്റ്റർ കൂവക്കിഴങ്ങ് കഴിക്കും കഴിച്ചോ കൂവക്കിഴങ്ങ് കഴിക്കും കുംഫു മാസ്റ്റർ പോ. അല്ല അതല്ല കേട്ടോ, ഈ ഹെയർ സ്റ്റൈൽ നല്ല സ്റ്റൈലായിട്ടുണ്ട്. എന്റെ മോള് കണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ട് പറഞ്ഞ് അനുചേച്ചിയുടെ മുടിയാണെങ്കിൽ ഫ്രണ്ട് വെട്ടിയിട്ടുണ്ട്. നല്ല ആ ഹെയർ സ്റ്റൈൽ ഈ പ്രസന്റേഷൻ. ഞാൻ ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞത്. അടുത്തതായി സംഗീത ഒരു കൗണ്ടർ അടിക്കുന്നതാണ്. അല്ല ലക്ഷ്മി, പ്രതീക്ഷിക്കണ്ട, എങ്കിലും ശ്രമിക്കാം. ലക്ഷ്മി ഇന്ന് രാവിലെ വന്നപ്പോഴേ അനുവിന് ഭയങ്കര സങ്കടം. എന്റെ തങ്കൂന് നിങ്ങൾ അങ്ങ് എടുക്കുവാണല്ലേ, ഞാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചില്ല, തങ്കച്ചൻ വിതിര ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിലെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. കെട്ടിപ്പിടിച്ചില്ല, ഞങ്ങൾ ഇങ്ങനെ ചേർന്ന് തന്നെയല്ലേ. പക്ഷെ ഈ സെൽഫി എടുക്കുമ്പോ കെട്ടിപ്പിടിച്ച പോലെയാണല്ലോ. ഞാനിത് കണ്ടില്ല. എന്തോ വയ്യാതെ നിൽക്കാണ് കേട്ടോ. നീ അങ്ങനെ നിനക്ക് വയ്യ എന്ന് ചോദിച്ചോണ്ട് നീ അനുവിന്റെ മുമ്പിൽ ആളാവാൻ നോക്കട്ടെ. സത്യം പറ. ശരിയല്ലേ? അങ്ങനെയല്ല, ചേച്ചി പോയിട്ട് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തു. അതുപോലെ ശ്രീവിദ്യ ആയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ ശ്രീവിദ്യ പറയുക എടി പോസ്റ്റ് ചെയ്യണേ അവള് കാണട്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അനു അല്ല അനു ഇപ്പൊ കണ്ടപ്പോ അതൊക്കെ കണ്ടു. അതിന്റെ ക്ലൈമാക്സ് അങ്ങനെ ആയിരുന്നില്ല. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു അവള് കണ്ടാൽ എന്ത്, അവള് വയ്യാത്ത കുട്ടി എന്ന് പറഞ്ഞേ. അതെ, കരാട്ട മാഷ് പറഞ്ഞ കറക്റ്റാ. കരാട്ട മാഷ് പറഞ്ഞ കറക്റ്റാ. വേറൊരു കാര്യം, ഈ ബെൽറ്റൊന്ന് തിരിച്ച അതിനകത്ത് കുട്ടപ്പൻ ബേക്കറി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, എന്റെ തൈലം തൈലം അത് കുട്ടപ്പൻ ബേക്കറി കരാട്ട മാഷ് ഐസാസ് കേക്കറി എഴുതിയ കുട്ടപ്പൻ ബേക്കറി നമ്മുടെ ചേട്ടൻ. വീണ്ടും സംഗീതയ്ക്ക് ഒരു അവസരം കൂടെ കൊടുക്കുകയാണ്. സംഗീത ഒരു കൗണ്ടർ അടിക്കുന്നതാണ്. ലക്ഷ്മി ലക്ഷ്മി ഇല്ല ഷിയാസിന്റെ നെഞ്ചിൽ അവിടെ എഴുതിയിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? നോക്കട്ടെ. ഉരുളക്കിഴങ്ങ്. പറയട്ടാ. അനു 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 പറ. എടാ, അത് എഴുത്തല്ല, അത് ECG ആണത്. അനു വായിക്കും. അനു പറ അതെന്താണ്? അറബിയിൽ വായിച്ചിട്ട് മലയാളം പറഞ്ഞാൽ മതി. ആ ആ മതി. സോമൻ. സോമന. അപ്പൊ അറബിയില് സോമന പറഞ്ഞു. സോമൻ. ഇനി മലയാളത്തില് സോമനെ പറയട്ടെ. അല്ല മലയാളത്തിൽ സോമൻ. അപ്പൊ അറബിയില് അൽ സോമൻ. സോമൻ ക്ലോമൻ. ആ ഷേസ് ഒന്ന് താഴ്ത്തി പാലങ്കി നായർന്ന് എഴുതേക്കണം. എടാ മാറ്റാ. അത് ഇത്രയും വരില്ല. എടാ, അത് ECG ആണത്. അത് കാണിച്ചു കൊടുക്കും. ഓക്കെ. ആ എന്താണെന്ന് അറിയാമോ? ഇതിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അഴകുള്ള ചക്കയിൽ ചുളയില്ല. അല്ല ഞാൻ പറയാം സംഭവം ഞാൻ പറയാം. ഷിയാസ് കരീം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഷിയാസ് കരീം അല്ലേ? ശ്രീവിദ്യ അല്ല ഈ ഷിയാസ് സംഭവം എന്താണെന്ന് അറിയാമോ? ഷിയാസ് കരീമും ശ്രീവിദ്യയും കൂടെ ഗൾഫിൽ ഒരു കൺസ്ട്രക്ഷന്റെ കമ്പനി തുടങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ ജോലിക്കാരിയാണ്. അയ്യോ, എന്റെ മെമ്മറി സിനിമയിലെ വാട്സാപ്പുകാരന്റെ വേഷം ഇത്. അതെ അതെ, രതീഷ്. നല്ല കോസ്റ്റ്. അതെ, ചേച്ചി കേരളത്തിന് മുമ്പ് എല്ലാരും ഇങ്ങനെ അല്ല ചേച്ചി പറഞ്ഞ, കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നണില്ല. ആദ്യം എന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. ആ പോക്കറ്റിലുള്ള പക്ഷേ എന്റെ ഡ്രസ്സിന്റെ മെയിൻ സാധനം ഇതൊന്നും അല്ല. ഇതിന്റെ ഹൈലൈറ്റ് ഒരു സാധനം ഉണ്ട്, ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? എനിക്കറിയാം. ഇതല്ലേ എന്താ അത്? അതല്ല ലക്ഷ്മി. അതല്ല ഒരു ബട്ടർഫ്ലൈ ശ്രീവിദ്യ. ഇവിടെ. ശ്രീവിദ്യ 12-10 സ്പാനർ ഇങ്ങോട്ട്. എവിടെയാണ് ബട്ടർഫ്ലൈസ്? ബട്ടർഫ്ലൈസ് കണ്ടിട്ടില്ല. അതാണ് ബട്ടർഫ്ലൈസ്. ചത്തുപോയോ? ബട്ടർഫ്ലൈ കുഴഞ്ഞു കിടക്കണം. ചത്തു ബട്ടർഫ്ലൈ കാണാൻ വന്നതാ. അങ്ങനെ അധികം എല്ലാ പെൺകുട്ടികളും ആ ബട്ടർഫ്ലൈ ചത്തി ഇയാൾ പുറത്താണെങ്കിൽ പോരെ. ചേച്ചി അങ്ങനെ വിളിക്കും. ബട്ടർഫ്ലൈ ചേച്ചി എനിക്ക് എന്താണ് സംഭവം? ചേച്ചി ഇതിന്റെ ഇടയിൽ ഇതെന്താണ് സംഭവം? അല്ല ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. ആരെ വിളിച്ചാലും അങ്ങ് പൊക്കോണം. ആരാ പോയത്? ചേട്ടനല്ലേ ഇങ്ങനെ പോയേ? നീ വിളിച്ചപ്പോ ഞാൻ വന്നോ? അത് അവിടെയാണ് പോയിന്റ്. അല്ല അടിമലി, നിനക്ക് ബട്ടർഫ്ലൈ വേണോ പെലിക്കൻ പക്ഷി വേണോ? ഞാൻ പറയാം. ഇവന് നീ ഇല്ലാത്ത നേരം നോക്കി ഇവള് വരയുള്ള ഉടുപ്പ്, ഇവൻ വരയുള്ള പാന്റ്. ആണോ? ഇവനിട്ടോണ്ട് വരുവാ രണ്ടുപേരും. അതിന്റെ ഇടയ്ക്ക് വരയില്ലാത്ത ബ്ലാക്ക് മാത്രം ഇട്ടിട്ട് വന്നിട്ട് ബീനുച്ചേട്ടൻ ഇവിടെ നാണെങ്കിൽ അതൊന്ന് സ്കോർ ചെയ്യാനല്ലേ? ശരിക്കും ഇന്നത്തെ ഈവന്റ് ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നവി ചേച്ചി എവിടെയെന്ന് കുറെ പേര് വിചാരിക്കണ്ടാവില്ലേ? ചേച്ചി ഞങ്ങൾ അങ്ങനെ ഇപ്പൊ ഒന്നും വിടില്ല, നമ്മളിങ്ങനെ പിടിമുറുക്കി ഇവിടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ? അങ്ങനെ സുഖം മതി. നവി ചേച്ചി വന്നിട്ട് ഞാൻ നവി ചേച്ചിയെ പിടിച്ചോളാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈവന്റിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം നവ്യ നായർ.
నాగే నా రాకాసే నువ్వే బయటేసే అట్టా దోపేస్తే టాపులేసి పోతే పోతే పప్పు టాపులేసి పోతే పోతే పప్పు రారో రారో నా శివ కాసి అగ్గి రాజేసి సిగ్గు పేర్చేస్తే టాపులేసి పోతే పోతే పప్పు టాపులేసి పోతే పోతే పప్పు చెట్టు మీద మ్యాంగోలా నువ్వెంత చక్కగున్నావే చాకులాంటి పిల్లాడే ఎంత షార్పుగున్నాడే చాకొచ్చి మ్యాంగో కోస్తే టాపులేసిపోతే కళ్ళే కొట్టాబట్టే టాపులేసిపోతే ముద్దే పెట్టాబట్టే టాపులేసిపోతే చెయ్యే పట్టాబట్టే టాపు టాపు టాపులేసిపోతే ചേച്ചി നമ്മുടെ സൂപ്പർ പവറിലേക്ക് സൂപ്പർ പവറോട് കൂടി വെൽക്കം. താങ്ക് യു. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ ഇവിടെ സ്റ്റേജിലേക്ക് കയറാൻ വരുന്നതും വരെ ഇങ്ങനെ ആങ്ങി തൂങ്ങിയൊക്കെ ആയിരിക്കും വരിക. രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഒരു മടിയും ചേച്ചി രാവിലെ എത്ര മണിക്ക് എണീക്കും? രാവിലെ ഷൂട്ടുള്ള ദിവസം നേരത്തെ എഴുന്നേക്കും. ഇന്ന് നൈസ് കോസ്റ്റ്യൂമിലാ വന്നിട്ടുള്ളത് ചേച്ചി. നല്ല നൈസ് കോസ്റ്റ്യൂം അല്ലേ? നൈസ് അല്ല, നല്ല കട്ടിയുണ്ടല്ലോ. അയ്യോ PhDക്ക് സബ്മിറ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ് കേട്ടോ. തങ്കച്ച നിനക്ക് എന്താണ് പറ്റിയ എല്ലാം പൊളിഞ്ഞു പോകാനല്ല പറയുന്നത്. പണ്ട് ബാലാമണിയുടെ ഇട്ട ഡ്രസ് ഇങ്ങനത്തെ അല്ലേ കോസ്റ്റ്യൂം സ്കേർട്ടും അല്ല ബാലാമണി ഡിസ്കോയ്ക്ക് പോവല്ലേ? അല്ലല്ല ഇത് ഈ കോസ്റ്റ്യൂമിലാണ് ബാലാമണി ചാണാൻ പറഞ്ഞത്. ഈ കോസ്റ്റ്യൂമിന്റെ പേരെന്താ? ഈ കോസ്റ്റ്യൂമിന്റെ പേരെന്താ? ബിനു അടിമാലി. ഈ ആ 12-10 സ്കാനർ ഒന്ന് തരുമോ? നവ്യയുടെ കോസ്റ്റ്യൂമർ അവിടെ തലതല്ലി ചാവനുണ്ട്. ഇത് കേട്ടിട്ടാണോ? എല്ലാം കേട്ടിട്ട്. പാവാടയും ബ്ലൗസും. കോസ്റ്റ്യൂമിന്റെ പേര് കേട്ടിട്ട്. ഈ കോസ്റ്റ്യൂമിന്റെ പേരാണ് സ്കേർട്ടും ക്രോപ്പ് ടോപ്പും. അല്ല, നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഓരോ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ പവർ ഈവന്റ് ആണെങ്കിൽ ഓരോ ദിവസം പുതിയ പുതിയ ഹാപ്പനിങ് അല്ലേ? അപ്പം ഒരാഴ്ചയായി നമ്മൾ ബബായ് പറയട്ടെ മിസ് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാണ്ടേ ഇല്ലേ? അപ്പൊ വേറെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങള്? പുതിയ വിശേഷം എന്ന് വെച്ചാൽ ഈ ലക്ഷ്മി പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ളും ഇതിനെ കുറിച്ചുള്ള കമന്റ്സ് ആണ്, ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പിന്നെ ഇവരുടെ ഓരോരുത്തരുടെയും ഫാൻസിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ എനിക്ക് മെസ്സേജ് അയക്കും. പിന്നെ അതിലൊരു എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ ബിനുവിനെയും അസീസിനെയും ബിനു അസീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും എന്നെക്കാട്ടില് പ്രായത്തിൽ വളരെ മൂത്ത ആൾക്കാരാണെന്നും അപ്പൊ ബിനു അങ്കിളെന്നും അസീസ് അങ്കിളെന്നും വിളിച്ചു. അല്ല സുധി മുത്തച്ഛൻ എനിക്ക് അഭിപ്രായമില്ലേ? ഇല്ല നീ ഇതിലെങ്ങും പെടൂല. അപ്പൊ അങ്ങനെ വിളിച്ചു. അപ്പൊ എന്റെ ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വലിയൊരു പാട്ടിലൂടെയാണ് നമ്മൾ അവരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. ആ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ബോംബെയിൽ വെച്ച് മീറ്റ് ചെയ്തു. അപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ അവരെ കാണുമ്പോ തന്നെ ഒരു മലയാളി ആണോ എന്ന് എനിക്കറിയില്ല. ബോംബെയിലാണ് സെറ്റിൽഡ്. അപ്പൊ ഞാൻ നേരെ പോയിട്ട് ചേച്ചി എന്ന് പറഞ്ഞ് സംസാരിച്ചു. അപ്പൊ അവരുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, യു ക്യാൻ ഈദർ കോൾ മീ മാം ഓർ കോൾ മൈ നെയിം. ഒന്നുകിൽ എന്നെ മാഡം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എൻ്റെ പേര് വിളിക്കാന്ന്. അതിനുശേഷം പിന്നെ അവിടെ തൊട്ട് ഇങ്ങോട്ട് ഞാൻ ആരെയും ചേട്ടാന്നും ചേച്ചിന്നും ഒന്നും വിളിക്കാൻ അധികം പോയിട്ടില്ല. ഒരു പേര് വിളിച്ചിട്ട്. അപ്പൊ പേര് വിളിക്കുന്നത് ഒരു മോശമാണെന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എന്താ തോന്നുന്നത്? അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നോടല്ലേ നോക്കി ഇങ്ങനെ നിൽക്കുക? അതല്ല, ഞാൻ ചേട്ടാന്ന് വിളിക്കാത്തത് ഒരു ബഹുമാനക്കുറവായിട്ട് തോന്നുന്നു. ഒരിക്കലുമില്ല. അത്രയും പ്രായം കുറഞ്ഞ ഒരു ഫീലിംഗ് അല്ലേ? അല്ലേ? ആസീസ് ഇപ്പൊ എന്റെ പ്രായമാണെന്ന് ചോദിച്ചോ പറയുകയും ചെയ്തു. പിന്നെ ആസീസിനെ ഞാൻ എന്തായാലും വേറെ കാര്യം, ബിനുവാടിയമാല എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. കാരണം എന്തറിയാം, പ്രോഗ്രാം കഴിഞ്ഞ് പലതവണ ആൾക്കാർ വിളിക്കും. അസീസിനെ പിന്നെ അങ്ങനെ വിളിക്കാറില്ലാത്തോണ്ട് അവനത് ഫീൽ ചെയ്യാറില്ല. അവനിട്ട് ഇതാ അങ്ങനെ എങ്ങനെയല്ല, ഒറ്റ കണ്ണട. അതേ ഉള്ളൂ. സ്റ്റാർ മാജിക്കിന്റെ സൂപ്പർ പവറുടെ ചിരിവള്ളി പതുക്കെ ഇങ്ങനെ 5th ഗിയറിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരാളെയും കൂടെ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ നമ്മുടെ ഈവെന്റിലേക്ക്. കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹത്തെ ഇവിടുന്ന് കാണാനുണ്ടായിരുന്നില്ലേ? ഈ ഫ്ലോറിൽ ശരിക്കും വന്നോണ്ടിരുന്നിരുന്ന ഇടയിൽ എവിടെയോ കാണാണ്ടായി പോയി. പക്ഷെ നമ്മള് സേതുരാമയ്യർ CBI കളിക്കുമല്ലോ, കാണാണ്ടായ ആളെ ഇന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ തട്ടിയെടുത്ത് കൊടുത്തിരിക്കുകയാണ്. മാന്നാർമത്തേക്ക് ഇടപെടേണ്ടി വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ധർമ്മജൻ ചേട്ടൻ.
ഓക്കെ എല്ലാം ഓക്കെ എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് ഒരിക്കലും ഞാന് ഇലക്ഷനിൽ നിന്ന് നന്നായിട്ട് തോറ്റു വന്ന ഒരാളാണ്. ഇതിനു മുമ്പ് ഈ ഫ്ലോറിൽ വരുമ്പോ ഞാൻ ഇലക്ഷൻ മത്സരിക്കാൻ പോയിട്ടില്ല. ഇപ്പൊ ഇവരൊക്കെ കൂടി പ്രാർത്ഥിച്ച് എന്നെ നന്നായിട്ട് തോപ്പിച്ചു. നേതാവ് വളരെ എന്നെ കളിയാക്കരുതായിരുന്നു. ചേട്ടാ ഞങ്ങള് പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ചേട്ടൻ ഇന്നിവിടെ ഉണ്ടാവേണ്ടത് ഞങ്ങളുടെ ഒരു സന്തോഷാണ്. അന്നേരം തന്നെ കളിയാക്കിയ പോലെ അല്ല, പക്ഷെ ഇതിനൊക്കെ നിൽക്കുമ്പോ നമ്മള് രണ്ടിനും തയ്യാറായിട്ടുള്ള ഒരു നിപ്പല്ലേ? ഇതിനും തയ്യാറായി. പക്ഷെ എനിക്ക് ഈ പാട്ടിട്ട് ഇപ്പൊ എന്നെ വിളിക്കണ്ടായിരുന്നു. പാട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ചേട്ടൻ പറഞ്ഞിട്ട് ഡീപ്പിച്ച പാട്ടല്ലേ? ഞാൻ എന്തിനു നേതാവെന്നും പറഞ്ഞ് പാട്ടിട്ട് ഞാൻ നേതാവല്ലല്ലോ. അത് പറയണ്ട, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ചേട്ടൻ അവിടെ തോറ്റതൊക്കെ പോട്ടെ, ഇവിടെ ചേട്ടൻ ഞങ്ങൾക്ക് നേതാവാണ്. എടി നീയൊക്കെ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഞാൻ ആ പഞ്ചായത്തിൽ ഒന്ന് വോട്ട് ചെയ്യാൻ ശ്രമിച്ചതാ, പക്ഷെ എന്നെ വിട്ടില്ല. അങ്ങനെയാണ് പുള്ളി തോറ്റത്. ധർമ്മേണ വേറെ ഒന്നും അറിയാമോ? വീണ്ടും ഇവിടെ വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ച് തോൽപ്പിച്ചത്. അല്ലെങ്കിൽ ചേട്ടന് ഡേറ്റ് ആളിനെ കിട്ടും ഇവിടെ ആളെ. ഞാൻ ജയിച്ചാലും വന്നേനെ. ഉറപ്പായും അളിയൻ വരുമോ? ജയിച്ചാലും വരുമോ? പിന്നെ ജയിച്ചാലും കാര്യമില്ല, അടുത്ത തവണ നമുക്ക് ഞാൻ ശ്രമിക്കാം. അപ്പോഴും ഹലോ ജയിച്ചാലൊക്കെ ഇലക്ഷന് ജയിക്കുവോ? ഒരു കെട്ടിപ്പിടുത്തം പ്രതീക്ഷിച്ചു. ഇതെന്താണ് ഇടപാട്? ജയിച്ചാലൊക്കെ ഇലക്ഷന് ജയിക്കുവോ? പ്രാർത്ഥിച്ചാലല്ല എല്ലാരും ആർക്കാണ് വോട്ട് ചെയ്താലല്ലേ ജയിക്കുള്ളൂ? ജയിക്കുള്ളൂ. എന്നാലും ഇവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചു ഞാൻ. നല്ല കോമഡി ആയിരുന്നു. ഞാൻ പോയി ഇവിടുന്ന്. അതെ, ഞാൻ പോയിട്ടോ. എനിക്ക് വേണ്ടി വന്നു. ഞാൻ അളിയന്റെ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി. വെറുതെ അല്ല തോറ്റത്, എനിക്ക് അപ്പോഴേ അറിയാം. എനിക്ക് വേണ്ടി വന്നു. ഒരുപാട് സ്ഥലത്ത് ഞാൻ ചെന്നോണ്ട് അങ്ങനെയെങ്കിലും കുറച്ച് കിട്ടി. അത് ചേട്ടൻ എന്നെ മനസ്സിലായി. വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അതുണ്ടായത് ശരി. അല്ല പറയാൻ ചേട്ടാ, ഇവിടെ ഏതൊരു ഗസ്റ്റ് വന്നാലും ഞാൻ അവരെ പറ്റി ഭയങ്കരമായിട്ട് പഠിക്കുക. പറയ്. നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, പലർക്കും അയ്യോ, അറിയാത്തൊരു ബന്ധമുണ്ട്. പറയണ്ട ലക്ഷ്മി എല്ലാരോടും. ഞാൻ ചേച്ചി ആ ഒരു ബന്ധം എല്ലാവരും അറിയാം. അറിയട്ടെ ഉള്ള ബന്ധമാണ് മാഷെ പറഞ്ഞത്. അന്ന് പറയും. വേറെ ബന്ധങ്ങളൊന്നുമല്ല. എന്ന് പറയും. ധർമ്മു അറിയാതെ ആണെങ്കിലും നമ്മുടെ തമ്മിലുള്ള ബന്ധം എന്താ വെച്ചാല് ധർമ്മൂസ് ഫിഷ് ഹബിന്ന് ഞാൻ ഇഷ്ടംപോലെ ഫിഷ് വാങ്ങാറുണ്ട്. എല്ലാരും അല്ലേ? അത്രയുണ്ട് ബന്ധം. പേടിച്ചു പോയല്ലോ. ആ മേടിച്ചു പോയി. ഭാര്യ ഇതെങ്ങനെ കണ്ടിട്ട് അപ്പോ ഏതായാലും ഇന്നത്തെ ഈ ഒരു ഈവന്റ് നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചേട്ടാ സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പം ഇവിടെ നിന്ന് ഞാനാണ് എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡ് കാണുമ്പോ ലക്ഷ്മി ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുള്ളൂ. ഇതിപ്പോ ഞാന് നേരിട്ട് കണ്ടപ്പോ നേരിട്ട് കണ്ടപ്പോ പോയി. അതൊക്കെ ഞാൻ സത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഇന്നലെ പുതച്ച ഒരു പുതപ്പിന്റെ ഇത് വന്നാലും തടുത്തേക്കാം. ഞാൻ ഇന്നലെ പുതച്ച പുതപ്പിന്റെ ഡിസൈൻ ആയിരുന്നു. ഇത് നിങ്ങളുടെ വീട്ടിലെ അജ്രകം കലംകാരിയൊക്കെ ആയിരിക്കും ഒരു പക്ഷെ പൊതിക്കാൻ ഉപയോഗിക്കുന്നത് അല്ല ചേച്ചി? Big people, yeah. Yeah, okay. അജ്രക്കൻ കലംകാരി. Okay. ഏതോ ഒരു ബംഗാളി തോന്നണേട്ടോ. ഏതോ ഒരു ബംഗാളി കൊണ്ടുവന്ന് കൊടുത്തോട്ട് അല്ല ആ കാര്യം ഞാൻ ഓക്കെ പൊതപ്പിട്ട് വന്നു. അവിടെ ഒരാളെ കണ്ടോ? ആരാ? പൂക്കൾ ആടിലൊക്കെ അഭിനയിച്ചു വന്നിക്കുക. ഞാൻ ഫ്ലവേഴ്സിലെ ആർട്ടിസ്റ്റ് ആണ്. ആടിലൊക്കെ അഭിനയിച്ചു കണ്ണിലൊക്കെ ഭയങ്കര ക്ഷീണമുണ്ട്. ഉറക്കം കുറച്ച് ദിവസം നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പുതിയ ആടിന്റെ വിശേഷങ്ങൾ പറയൂ. പുതിയ ആട് പ്ലാവല തിന്നും പിന്നെ കാടി ചെയ്യണ സാധനമാണ് അവൻ ചെയ്തോണ്ടിരുന്നത്. സിദ്ദിഖ് സാറിന്റെ ആടായിരുന്നു. ആടായിരുന്നോ? സാറിന്റെ ആടല്ല, സിദ്ദിഖ് സാറ് Ad. സംവിധാനം ചെയ്യുന്ന പരസ്യമായിരുന്നു. അത് കളിക്ക് അത് കളിക്ക് അല്ലേ? അത് മതി, അത് മതി. അതൊക്കെ അല്ല സാധനം എന്താണെന്ന് പറയാം, പ്രോഡക്റ്റ് എലിവിഷം. അത് ആടിന്റെ പരസ്യം. ആ കൗണ്ടറിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. അത് എലിവിഷത്തിന്റെ പരസ്യം. അതാണ് പറഞ്ഞത്. അതെന്താണ് എലിവശം മാത്രമേ എലിവിഷം ഓരോ ആളുകൾക്ക് ചേരുന്ന ഓരോ സംഭവം ഉണ്ടല്ലോ, അങ്ങനെയാണെന്ന് പറയാം. അപ്പൊ എനിക്ക് എലിവശം ഞാൻ പറയാം. സുതിക്ക് പറ്റത് വടക്കം പോലെയുടെ പരസ്യം. അല്ല, പിന്നെ ചേട്ടൻ ഒരു പരസ്യത്തിന് വിളിച്ച എന്തിന്റെ ആയിരിക്കും? അയ്യോ, ഓരോരുത്തരുടെ അല്ലേ? അത് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് സുധിയുടെ പറയാൻ പറ്റും. അല്ല, എനിക്ക് സുധിയുടെ പറയാൻ പറ്റും. എന്നെ പറ്റി വേറെ ആരെങ്കിലും പറയണം. വടക്കമ്പുകലിയുടെ പരസ്യം എന്ന് പറയാൻ പറ്റുമോ? അതായത് അതിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? സുധിച്ചേട്ടൻ ചെയ്തത്. ആ പണി വാളി ആവശ്യമില്ലാത്ത നല്ല ഇനം പുകലകൾക്ക് സമീപിക്കുക. സുധി, കൊല്ലം സുധി, വടക്കൻ പുകല. അല്ല, ഞാൻ ചോദിക്കട്ടെ, വെള്ളത്തിയിട്ട ഓലയുടെ പരസ്യം ചെയ്താത്ത പ്രശ്നം? ഒറ്റ പ്രാവശ്യം ചവച്ചാൽ ഒരു മാസത്തേക്ക് തലവരിപ്പ് ഫ്രീ. പുകയുടെ പരസ്യം പറഞ്ഞപ്പോ ആളിയൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ ഒരു പ്രശസ്തനായിട്ടുള്ള നടന പുള്ളി ഒരു സെന്റ് തോമസ് മാർത്തോഷ്യസ് കോളേജിന്റെ അങ്ങനത്തെ ഒരു കോളേജ്, അങ്ങനെ കുറെ നാളെ പറയാൻ പാടില്ല, കോളേജിന്റെ 3ാം വർഷ അവിടെ ഇരുന്ന് അറിയില്ല. അപ്പൊ പറയട്ടെ. ഒരു കഥ പറയണതിന്റെ ഇടക്ക് അപ്പൊ സെന്റ് തോമസ് മാർത്തോഷ്യസ് കോളേജിന്റെ അങ്ങനെ കോളേജിന്റെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥികൾ നടത്തുന്ന പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ വിദ്യാർത്ഥികൾ നടക്കുന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞപ്പോ
ഇവിടെ ഒരു പൊതി കാജാവേടിയും ഒരു അതെ, പ്രശസ്തനായ ഒരു നടനാണ്. അതെ, ശരിയാ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. ക്യാമറ ഇവിടെ ഒരു ലൈറ്ററും ഒരു കാജാബീഡി ഒരെണ്ണം അങ്ങനെ കയറിയിരിക്കുക. പക്ഷേ നിങ്ങൾ ശരിക്കും അത് ആളെ പറയാനുള്ള ആളെ പറയാനുള്ള ഒരു ഭയങ്കര പ്രശസ്തനായിരുന്നു. ശരി, ഇനി അപ്പൊ ഓരോരുത്തരുടെ ആഡിന്റെ കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഷിയാസ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ലീഡിംഗ് മോഡലാണ്. ഷിയാസിന് പറ്റുന്ന ഒരു ഞാൻ പറയാം. തങ്കു പറയൂ. കപ്പലണ്ടി പിണ്ണാക്ക്. അത് ചീറ്റിപ്പോയി. കിഴങ്ങുമായിട്ട് ബന്ധപ്പെട്ട നല്ലത്. എന്താ ചേച്ചി? എപ്പോഴും കിഴങ്ങ് വെച്ചിട്ടല്ലേ ഷിയാസിന്റെ പറയണത്. പൊട്ടറ്റോ ചിപ്സ് ആക്കാം നമ്മൾ. പൊട്ടറ്റോ ചിപ്സ് ഷിയാസിന് പറ്റിയ ഞാൻ പറയാം. ഷിയാസിനെ പൊക്കത്തോടെ നിർത്തിക്കണം നന്നായിട്ട്. കല്യാണം ഒക്കെ ഉള്ളതുകൊണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ ശാപം കിട്ടിയ പോലെ പൊക്കോ അവന്. നല്ല പൊക്കൊന്നുമല്ല ഔട്ട് ഓഫ് ഫാഷൻ ആയല്ലോ. അത്യാവശ്യം പൊക്കം പാടില്ല. പിന്നെ നെൽസന്റെ പൊക്കം പറഞ്ഞാൽ കറക്റ്റ് ആണ്. നമുക്ക് ഞാനളിയാ അളിന് വയറ് മാത്രമല്ലേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ധർമ്മേന്റെ പൊക്കമാണ് കറക്റ്റ്. അതെ. പിനുചേട്ടന് പറ്റിയത് സോണ ബെൽറ്റിന്റെ പരസ്യോ. പൊന്നോ, ആ പറഞ്ഞ ആളാരാണ്? പറഞ്ഞ ആള് നെയ്പ്പുള്ള. എങ്ങനെയായിരിക്കും അഭിനയിക്കുന്നത്? എന്റെ വയറ് പണ്ട് ഇത്രയും ഉണ്ടായിരുന്നു. ഉപയോഗിച്ചതിന് ശേഷം എന്റെ വയറുതെ ഇങ്ങനെയാണ്. അതാണ് എനിക്ക് കല്യാണം മുടങ്ങുന്നുണ്ടായിരുന്നു. കോളേജിൽ അഡ്മിഷന് ചെല്ലുമ്പോഴൊക്കെ കൂട്ടുകാരെന്നെ ഭയങ്കരമായിട്ട് പരിഹസിക്കുമായിരുന്നു. പക്ഷേ ഈ ബെൽറ്റ് കിട്ടിയപ്പോഴാണ് എന്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയത്. വാ, അല്ല, ഈ പറഞ്ഞ അഞ്ചനക്ക് എന്താണെന്ന് അറിയാമോ? പഴങ്കഞ്ഞിക്കട. പഴങ്കഞ്ഞി നല്ല നാടൻ തൈരും അതൊട്ടുള്ള അല്ലേ? അതാ നല്ലതല്ലേ കേക്കട്ടെ. ഈ അസീസിന്റെ കോമഡി ആക്കുന്നില്ല. ഈ തണുപ്പ് കൂടി കിടക്കണായിരിക്കും. എനിക്ക് ശമ്പളം തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവൻ എന്നെ അടുത്തൊന്നും മാറ്റും. എനിക്ക് ഏക്കുന്നില്ല. അമ്മ തങ്കച്ചൻ പറയണ എല്ലാം റേഡിയേഷൻ പോലെ അടിച്ചു പോവേണ്ടത്. ഇനി അതിനെ അടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ സുധികണ്ണോണ്ടിരിക്കണം. എടാ, അവൻ തമാശക്ക് ഇരിക്കുന്നതല്ല, നടുവും കാലൊക്കെ കഴച്ചിട്ട് പാടില്ല. ഞാൻ ചില എപ്പിസോഡുകൾ കാണുമ്പേ അളിയാ തങ്കച്ചൻ ഒരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അസീസ് വന്ന് തങ്കച്ചന്റെ അടുത്ത് അളിയൻ വന്നു കഴിഞ്ഞാൽ അളിയന്റെ അടുത്ത് വന്നിങ്ങനെ അസീസ് അങ്ങനെ ക്യാമറയിൽ പിടിക്കാൻ വേണ്ടിട്ട് ഒരു വലിയ സത്യമാണ് അത്. സത്യമായ അതുപോലെ വേറെ കാര്യമുണ്ട്. ഹലോ, എപ്പോഴും ഇവിടെ നിൽക്കൂ. ഞാനൊരു കാര്യം ചെയ്തിട്ടെ. ഞാനിവിടെ വന്നത് ഷൂട്ട് ചെയ്യാനാണ്. അല്ലാതെ നിൽക്കണം. ഭയങ്കര അല്ലെങ്കിൽ അസീസ് ഇവിടെ എന്തായാലും വിട്ട് കളയും. കൗണ്ടർ പറഞ്ഞാല് നവ്യ ഞാൻ ഇത് കൗണ്ടർ പറഞ്ഞു കഴിഞ്ഞാല് കൗണ്ടർ പറഞ്ഞ ആളുടെ അടുത്ത് പോയി അനൂപ് എന്തായാലും അതിന്റെ ഒരു ക്ലോസ് വന്നിട്ട് ഭയങ്കര ചിരി ചിരിച്ചിട്ട് ഒരു അറ്റ അടിയാ ഇങ്ങനെ. എന്നിട്ട് അവൻ പറഞ്ഞ പോലെ ചിരിങ്ങ. ഇതൊക്കെ സിനിമ ആർട്ടിസ്റ്റുകളാണ്. അല്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ഡയലോഗ് പറയുമ്പോൾ കറക്റ്റ് ക്യാമറയുടെ അടുത്ത് എന്നെ പറഞ്ഞു. അത് അങ്ങനെ പഠിച്ചതാണ് ഞാൻ. അത് ശരിയല്ലേ? കറക്റ്റാണ്. അതുകൊണ്ട് ഇവന്റെ ശല്യം കാരണം ഞങ്ങളൊരു കൗണ്ടർ അടിക്കാറില്ല. അങ്ങനാണ്. പക്ഷേ ആദ്യമായിട്ടാ ഇവന്റെ ശല്യം കാരണം ഞങ്ങൾ കൗണ്ടർ അടിക്കാറില്ലല്ലോ. അല്ല, ഇവൻ അങ്ങനെ ക്ലോസ് വരണ്ടാന്ന് കരുതി നല്ല കൗണ്ടർ ഉണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് അടിക്കാറില്ല. അതിന് പറ്റിയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അളിയന്റെ കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് പോകരുത്. അവനെ വിടരുത്. കൗണ്ടർ അടിക്കണ ആൾ മറ്റുള്ളവർ സഹകരിക്കണം. അവനെ വിടരുത്. കൗണ്ടർ അടിക്കുന്നതിന്റെ മുഖം കാണണ്ടേ? പക്ഷെ എനിക്ക് അബദ്ധം പറ്റി പോയി. ഇനി നീ കൗണ്ടർ അടിച്ചാൽ ഞാൻ ഇങ്ങനെയാണ് സാധാരണ വന്നിട്ടുള്ളത്. ഇനി ഇങ്ങനെ വരും. ഇപ്പോഴും പോയി. ഇപ്പോഴും ടെക്നിക്കൽ സ്റ്റാഫ് ആ AC-യുടെ ഒന്ന് ക്ലിയർ ചെയ്യണേ. തണുപ്പ് കൂടുകയുണ്ട്. ശരി, അപ്പൊ ഇതിലും ഇന്നത്തെ ഈ ഒരു ഈവന്റ് നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. സോ പിന്നെ വേറെന്താണ് ധർമ്മന്റെ അടുത്ത് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് ചോദിക്കാനുണ്ട്. ഒരു 1500 അങ്ങോട്ട് ഇവനെ കളിയാക്കിയാൽ ഇവൻ അത് വെച്ച് മാർക്കറ്റ് ചെയ്യും. അസീസിക നിന്ന് ഉരുകുന്ന രംഗം കാണൂ. ക്ലോസ് നോക്കൂ ക്യാമറ. അസീസിക നിന്ന് ഉരുകുന്നു. ഇനിയിപ്പോ ഞാനങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അസീസ് സ്ഥിരമായിട്ട് ഇത് ധർമ്മു ഒരാളെ ശരിക്കും അനലൈസ് ചെയ്തോണ്ടിരിക്കുക. എല്ലാവരും നന്നായിട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ നെൽസൺ ചേട്ടന് പറ്റിയത്
റഹ്മാൻ. നെൽസൺ ചേട്ടൻ ഒരു മെന്റൽ ഡോക്ടറിന്റെ ഒക്കെ ആണോ? ഒരു പൂവാലന്റെ ലുക്ക് ഉണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? സത്യം പറ. പിന്നെ എന്നാലും കറക്റ്റ് പറഞ്ഞു. ലക്ഷ്മി ഞാനേ പണ്ടൊക്കെ ഈ എപ്പിസോഡ് കാണുമ്പോ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യം. അപ്പൊ പണ്ടൊക്കെ നെൽസൺ ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ നെൽസൺ ചേട്ടനെ അല്ല ഇപ്പൊ. കാരണം ഭയങ്കര കോസ്റ്റ്യൂമിലൊക്കെ ഭയങ്കര സെൻസ്. പിന്നെ അല്ല ആ കാര്യത്തില് നെൽസണിനെ സമ്മതിക്കും. കളി അതെ ധർമ്മജ കോസ്റ്റ്യൂം മാത്രമേ ഉള്ളൂ. ശരി, ഏതായാലും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു സംഭവം നടന്നു കണ്ടില്ലേ? ആരെങ്കിലും ശ്രദ്ധിച്ചോ? പുള്ളി കോമഡി അടിച്ചെന്ന് പറഞ്ഞു എന്റെ സാധനം വന്ന് ചെയ്തു. മിസ്റ്റർ ധർമ്മജ ആരും മൈൻഡ് ചെയ്തില്ല. അസീസിനെ പിടിക്കാല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മൾ തേച്ച് മാച്ച് കളയാണ്. കാരണം കുറെ ഒക്കെ ഇതിൽ ചളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു കഥകളൊക്കെ പറയും. ഇതിനകത്ത് ആകെ ചെളിയുള്ളത് ലക്ഷ്മി പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ബാക്കി അത്യാവശ്യം അത് നല്ലൊരു കൈയടി കൊടുക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കൈയടി അല്ലേ? നമുക്ക് അസലൊരു പാട്ടിൽ തുടങ്ങിയാലോ? ഞാൻ ചമ്മി നിൽക്കാൻ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ഇന്നത്തെ ഈ ഒരു ഇവന്റില് നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നവ്യ ചേച്ചി പാടുന്ന ഒരു പാട്ടിൽ നമ്മൾ തുടങ്ങാൻ പോവാ. നമുക്കത് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അത് ബ്യൂട്ടിഫുൾ ചേച്ചി പാടും ബൈക്കോളും. ഓക്കെ, ഏത് പാട്ടാ പാടുന്നത്? കണ്ണാൻ തുമ്പി. ഓക്കെ, എല്ലാരും കൂടെ പാടണം. തീർച്ചയായിട്ടും. എല്ലാരും പാടത്തില്ല, ഒറ്റയ്ക്ക് പാടിയാൽ മതി. ഓക്കെ. ആത്മാ പറഞ്ഞു ഞാൻ വേണ്ട കോമഡി പോകുമ്പോ അല്ല ഇപ്പൊ ഒരു ആത്മാ പറഞ്ഞ് പാടുന്ന കാര്യം പറഞ്ഞില്ലേ, അതൊന്ന് പാടുവോ? ഏതാ? അതെ, രണ്ട് ഗാനഭൂഷണമാണ്. ഒന്നാമത് ആ പാടാന്ന് പറഞ്ഞില്ലേ? എന്നാ പാട്ട് പാടും. ഈ എപ്പിസോഡ് കഴിഞ്ഞേക്കുമ്പോ പാടാം. അങ്ങനെയല്ല, ഈ ഒരു പാട്ടിന്റെ അതേ ഫീലോട് കൂടി അങ്ങോട്ട് വരുമ്പോ അതൊരു കോമ്പറ്റീഷൻ ആയിട്ടാക്കി എടുക്കാം. അത് കോമ്പറ്റീഷന് പറ്റൂല. അത് വേറെ കുറച്ച് നാൾ മുമ്പുള്ള എപ്പിസോഡില് അതിനൊരു പാട്ട് പാടിയിട്ട് ശേതാവനം കെട്ടിപ്പിടിച്ചിട്ട് അളിയന്റെ ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നതാ. പക്ഷെ ആ കാര്യത്തില് ഭാര്യ വന്നവരെ ഞാനും ശ്വേത ചേച്ചിയായിട്ട് ഒന്നിച്ച് ജീവിച്ചു. ആ കാര്യത്തില് പേടിക്കണ്ട. നന്നായാലും അടിപൊളി എന്നൊക്കെ പറയുള്ളൂ. ഞാൻ കിട്ടി പിടിക്കൊന്നുമില്ല, പേടിക്കണ്ട. അല്ല അല്ല ലക്ഷ്മി, അല്ല ഭാര്യ പോകില്ലെന്നേ. ലക്ഷ്മി ഈ കെട്ടിപ്പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ എന്റെ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മളെല്ലാരും കണ്ട് ഷേക്കാൻഡല്ലേ കൊടുക്കുക. പക്ഷേ ധർമ്മൻ ചേട്ടനാണെങ്കിലും മണിയമ്പിള്ളി രാജുചേട്ടനാണെങ്കിലും എത്ര പബ്ലിക് വന്നാല് നമ്മൾ പരിചയമായി കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കും. ഹഗ് ചെയ്ത് പക്ഷേ വേറൊരു ഫീല് തോന്നില്ല. വീട്ടിൽ എനിക്കൊക്കെ ഷേക്കാൻഡാണല്ലോ തന്നത്. എനിക്കിന്ന് രാവിലെ അപ്പൊ പ്രത്യേക ആൾക്കാർക്ക് മാത്രം കൊടുക്കണോ? അഞ്ജലിക്ക് മാത്രം കെട്ടിപ്പിടിക്കണോ? എന്താ സംഭവം? കെട്ടിപ്പിടിക്കാൻ പറ്റൂല, അതൊക്കെ സൈസാണ്. ഇത് നവ്യെ കെട്ടിപ്പിടിച്ച ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. നവ്യനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ കാല് പിടിക്കണേട്ടോ തോന്നുന്നു. അഞ്ജന പറഞ്ഞു ഞങ്ങൾക്കൊരു ഫീലും ഇല്ല, പക്ഷെ ഇവിടെ ഫീലുണ്ട്. എനിക്ക് ഫീലില്ലെന്ന്. പക്ഷെ ഫീല് മൊത്തം ഇവിടെയാ. നേരം മുതലേ
ഇന്നലെ പറയുവാ ചേട്ടാ എന്നെ ഹഗ് ചെയ്തില്ല അത് പരിചയപ്പെട്ട എന്നാ പിന്നെ ഏതായാലും വൈഫ് എന്തായാലും ഒരു എത്ര തീരുമാനം വർഷമായിട്ടുള്ള പരിചയം എന്ന് പറയാം വർഷമായിട്ടുള്ള പരിചയം എന്ന് പറയാം. ഇത് മാത്രല്ല എന്റെ അമ്മയെ കണ്ടാലും അങ്ങനെയാ അല്ലേ അവന് പ്രായം ഇത് കുഴപ്പമില്ല. പക്ഷെ ബിനുചേട്ടനെ കാണുമ്പോ ഞാൻ ഹഗ് ചെയ്യാറില്ലല്ലോ. ഇതാണ് ഈ എപ്പിസോഡിന്റെ റേറ്റിംഗ്. എന്നാ തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോ ബിനുചേട്ടന്റെ പാട്ടോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി. അപ്പം ബിനുചേട്ടന്റെ പാട്ടോട് കൂടിയിട്ടും കൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാം. യെസ്, നവ്യ ചേച്ചി എന്തായാലും പാടുന്നു. ഇൻ റിട്ടേൺ തിരിച്ച് നമുക്ക് നവ്യ ചേച്ചിക്കും എല്ലാവർക്കും കൂടെ ഇത് വേറെ ലെവല് പാട്ടാട്ടോ. റേഞ്ച് ആണ്. റെഡി? ഞാൻ നവ്യയെ ഇവിടെ വന്ന് ആദ്യം സിനിമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റേ നമ്മുടെ നന്ദനം. പിന്നെ നവ്യ അവിടെ ഇരുന്ന് വെച്ച് നിങ്ങളൊക്കെ ഇത് കളിക്കുമ്പോൾ ഞാനും അതുപോലെ വന്ന ആർട്ടിസ്റ്റാണ്, ഞാൻ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് വെട്ടി വയർത്തിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ചുരുക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരാളോട് പ്രത്യേക ഒരു ഇഷ്ടം വരും. പിന്നെ നന്ദനം എന്ന് പറഞ്ഞ സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മഴയൊക്കെ പെയ്യുമ്പം ഈ കൃഷ്ണ എന്നുള്ള പാട്ട് കരഞ്ഞോണ്ടൊക്കെ പാടും. ചില പുറത്താരും കേൾക്കുമല്ലോ. ഓരോ ഫീല് വരുമ്പോൾ സങ്കടം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പല സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മഴ നനഞ്ഞ് നടന്നു പോകണം, കുട പിടിച്ചൊക്കെ പോണ സമയത്തൊക്കെ അങ്ങനെ എന്നിട്ട് അപ്പം നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ പല പല പടങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ, അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നാണ് നന്ദനം. അതില് അളിയൻ പാടുന്നു, നവ്യ അഭിനയിക്കുന്നത്, ഞാൻ കൃഷ്ണനായിട്ട് നിൽക്കാം. ഞാൻ ഇത് തന്നെ ഞാനിത് ഫ്ലോറിൽ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ടല്ലോ. എനിക്ക് ഇത് പാടാൻ നേരത്തെ എന്തൊക്കെ ഒരു വല്ലാത്ത മഴയില്ല. അളിയൻ അതൊരു ഫീമെയില് പാടുന്ന പാട്ടാണ്. അളിയൻ മെയിൽ പാടാൻ പോകുന്നു. അതെ, എന്നെ ഒരു പെണ്ണായിട്ട് കണ്ടോളും നവ്യ.
നേരത്തെ പറഞ്ഞത് അടിമാലി എന്ന് പറഞ്ഞത് ഗാനഭൂഷണം എന്ന് പറഞ്ഞതാ. ഞങ്ങൾ കേട്ടത് മാലമോഷണം എന്നാണ്. അതെ ഇത് അസലായിട്ട് പാടി. ഈ കോമഡി ഒക്കെ അവിടെ നിൽക്കട്ടെ. ഉഗ്രനായിട്ട് പാടി. സൂപ്പർ. ഇനി ഞാൻ കെട്ടിപ്പിടിച്ചു വന്നോണ്ട് ഭാര്യ വീട്ടിൽ പോണ്ട. പിടിക്കണം. ഞാൻ ഈ പാട്ട് പാടുമ്പോ എനിക്ക് എത്തിക്കാൻ പറ്റുമെന്നൊന്ന് കൃഷ്ണണ്ണൻ ഉണ്ടായിരുന്നു. ഭഗവാൻ ഉണ്ടായിരുന്നു പാടുമ്പോ. അത് അസലായിട്ട് പാടി. അവസാനമൊക്കെ ഭയങ്കര ടഫാണ് ഈ പാട്ട്. അവസാനം എത്തിക്കാൻ പറ്റുമെന്നുള്ള ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മീൻസ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരും. ഓ ഏറ്റു. ശരിക്കും ചേട്ടന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടാണ് ശരിക്കും അത്രയും ഇമോഷണൽ ആയിട്ട് അത് ഉള്ളിലുണ്ടായിരുന്നു. പാട്ട് പാടുമ്പോഴേ എനിക്ക് പേടി കരഞ്ഞാൽ നമ്മുടെ തൊണ്ട ഇടറും എത്തിക്കാൻ പറ്റില്ല. അത് മാക്സിമം നമുക്ക് പിടിച്ചു അല്ലല്ല കണ്ണുനീര് വന്നത് കണ്ണ് നനഞ്ഞത് ഒന്ന് അടിമാലി, രണ്ട് സുധിയണ്ണനാണ്. സുധിയണ്ണനും ലാസ്റ്റ് ഈ കൃഷ്ണ എന്നൊരു സംഭവം പാടാൻ. അത് കണ്ണുവേദനയായിട്ട് പാടാൻ ഞാൻ പാടാനാ. ഇതാ ആസീസിന്റെ ഒരു ക്ലോസറ്റ് കൊടുക്കണെങ്കിൽ അവനങ്ങ് പൊക്കോളും. എന്തായാലും ഗംഭീരായി. ഞാനേ ഭയങ്കര സന്തോഷായിട്ടോ അത് ഞാൻ കേട്ടപ്പോ. നവ്യക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരി. അല്ല, ഞാനും ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. 100% ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതൊക്കെ ഒരു തമാശ പറയുന്ന ആളെന്നുള്ള രീതിയിലും പിന്നെ സ്കിറ്റിലൊക്കെ ഞാൻ നേരത്തെയും പല ചാനൽസിലും പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു ആർട്ടിസ്റ്റ്, അഭിനയിക്കുന്ന ആള് എന്നുള്ള നിലയിലാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അറിഞ്ഞിരുന്നതും ഇഷ്ടപ്പെട്ടിരുന്നതും അങ്ങനെയാണ്. പക്ഷെ നല്ലൊരു പാട്ടുകാരനാണെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. എനിക്ക് വേണ്ടി ഇങ്ങനൊരു പാട്ട് പാടി അത് ഡെഡിക്കേറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്ന ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഓങ്ങി വെച്ചിരുന്ന പാട്ട് പാടണം. അല്ലല്ല ഒരു നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. ഞാൻ എപ്പോഴും ലക്ഷ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, നവ്യനെ നമ്മൾ ഓർക്കണതും ആ പാട്ടിലൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. ഇതെല്ലാം ഈ ഒരു പാട്ടോട് കൂടി നമ്മുടെ ഇവന്റ് ഇനി ബാക്കിയുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ സൂപ്പർ പവറോട് കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ഇത് സ്റ്റാർ മാജിക് സൂപ്പർ പവർ. സ്റ്റാർ മാജിക്കിന്റെ ചരിത്രത്തില് ഒരു ചരിത്ര മുഹൂർത്ത നിമിഷമാവാൻ പോകുന്ന ഒരു പെർഫോമൻസ് ആണ്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു പെർഫോമർ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ടാലന്റിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കളരിയുടെ പശ്ചാത്തലത്തില് ഒരു ഡാൻസ് പെർഫോമൻസ് ആൻഡ് ഇതിൽ ഹൈലൈറ്റിംഗ് ആയിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ഷിയാസ് കരീമും അതുപോലെ തന്നെ അഭിയാണ്. ഒപ്പം നമ്മുടെ ബിനിച്ചേട്ടനും കൂടെ ജോയിൻ ചെയ്താൽ എന്തായിരിക്കും? അതും ബാലയും. എൻജോയ്.
മോളെ നീ എന്ത് കണ്ടിട്ടാടി നിന്റെ ഈ ചാട്ടം? ഉണ്ടാക്കിയ തന്തയ്ക്കൊന്നും നിന്നെ വേണം. ഒരു തെളിവിന് പോലും ബാക്കി വെക്കാത്ത തള്ളയും പോയി. അല്ല, ഞാൻ അതല്ല ചോദിക്കണേ, നിനക്ക് ഇവനെ തന്നെ വേണമെന്നും പറഞ്ഞോണ്ട് നീ ഒറ്റക്കാലിൽ നിൽക്കാൻ പറഞ്ഞിട്ട് വർഷങ്ങളായി. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നെ ഞാൻ എന്തൊക്കെ അടവുകൾ പഠിപ്പിച്ചിട്ടുണ്ട്? അതിന്റെ 1/4 അംശത്തിൽ ഇവൻ വരുവോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല ഇവൻ കളരി ശോഭിക്കുന്നു. ഇവന് ഈ ലോക്കൽ ചായക്കടയിലെ ശോഭിക്കുള്ളൂ. ഇവന് വെട്ടുകേക്കിന്റെ പഴംപൊരിയുടെ ഫിഗറാണ്. അതുകൊണ്ട് ഇവൻ ഇവിടെ ശോഭിക്കുന്നു എനിക്കൊരിതുമില്ല. അല്ല, ഇതിനു മുമ്പേ നീ കളരിയിൽ വന്നില്ലേ? നിനക്ക് മര്യാദയ്ക്ക് അംഗം വിളിക്കാൻ അറിയാം? അംഗം വിളിക്കാൻ അന്നൊന്ന് വിളിച്ചെന്ന്. ആരുടെ അംഗം പെട്ടാൻ വാടാ. കാക്കയൊക്കെ പറഞ്ഞു. എടാ, ഇങ്ങനെയാണോ അംഗം വിളിക്കണേ? എടാ, അംഗം വിളിക്കാൻ വരുമ്പം നീ അംഗം വിളിക്കുമ്പം ചുണക്കുട്ടന്മാരായി കഴിഞ്ഞാൽ അംഗച്ഛേകവന്മാർ ചാടി വന്നിട്ട് അംഗം പെട്ടണം. ആ രീതിയിൽ വേണം അംഗം വിളിക്കാൻ. അതിന്റെ പേരെന്ന് പറഞ്ഞേ തച്ചോളി ഷിയാസ് ചേകവർ. സൂപ്പർ. തച്ചോളി ഷിയാസ് ചേകവർ. പക്ഷെ നിന്റെ നാട്ടിൽ വേറെയൊക്കെ കൂട്ടിയാട്ടോ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്നുമോളെ ഞാനൊരു കാര്യം പറയാം. നിനക്ക് ഇവനെ തന്നെ വേണമെന്ന് നിർബന്ധമാണോ? എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ഷിയാസേവരോട് മാത്രം. ഇവനെങ്ങനെ പറഞ്ഞു? ഞാൻ എന്ത് ചെയ്യും? അച്ഛനെ അങ്ങനെ പറയരുത്. വന്ന് എന്തെല്ലാം സംഭവങ്ങൾ നമ്മളെ കാണിച്ചെന്നറിയാമോ? എന്താ കാണിച്ചേ? പിന്നെ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചില്ലേ? ഞങ്ങൾ തന്നെ അന്തം വിട്ടു അല്ലേ? പിന്നെ ഞെട്ടിപ്പോയി. അതെ അതെ അതെ, ഒരു കാര്യം പറയട്ടെ, മോള് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇതൊക്കെ മണ്ടയില്ലാത്ത തെങ്ങിലാണ് കയറുന്നത്. മണ്ടരി പിടിച്ചതാണത്. ഇനിയും അല്ല, ഇനിയും തീരുമാനിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇനിയും അതെ ചേട്ടാ, ഞാനും അതാ പറയണേ, ഇനിയും തീരുമാനിക്കാനുള്ള സമയമുണ്ട്. അതെ, ആണല്ലേ? വേണ്ട. എടി കൊച്ചേ, നീ ഇത് ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറ. ഇതൊരു ആയുസിന് മുമ്പോട്ട് പോകേണ്ട കാര്യമാണ്. നിനക്ക് ഇവനെ തന്നെ മതിയോ? അതെ, ഞാൻ ചോദിക്കട്ടെ, പിണ്ണാക്ക് വേണോ അതോ ചമ്പാവരി വേണോ? ഏത് വേണം? തൽക്കാലം ഇത് മതി. പിണ്ണാക്ക? ഉറപ്പിച്ചു. പിണ്ണാക്കനെ ഇന്നുള്ള റേറ്റിംഗ് ഉള്ള എരുമയ്ക്ക് താല്പര്യം പിണ്ണാക്കിനോടല്ലേ? അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങളെല്ലാരും കേട്ടുകൊള്ളിൻ. എന്റെ മകളുടെ ഭർത്താവായിട്ട് ഞാൻ സ്വീകരിക്കാൻ പോകുന്നത് ഞാൻ സ്വീകരിക്കാൻ പോകും. അതെ അതെ, സ്വീകരിക്കാൻ പോകുന്നത് എന്റെ മകളുടെ ഭർത്താവായിട്ട് ഞാൻ സ്വീകരിക്കാൻ പോകുന്നത് ഇതാണ് എന്റെ മരുമകൻ. അതിന് മുമ്പ് നിനക്ക് എന്തൊക്കെ കഴിവുണ്ട്? നീ ഇതെല്ലാം അറിഞ്ഞിട്ടാണോ മുമ്പിലേക്ക് എടുത്ത് ചാടിയത്? ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഷിയാസ്. എങ്കിൽ നിന്റെ 2 അടവ് ഞാൻ കാണടെ കൂടെ. ഞാനോടത്ത് എന്റെ കാലേ വാരി നിലത്തടിക്കാൻ. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ പഠിപ്പിച്ചെന്ന പോലെ. ഓക്കെ, വലതുകാൽ മുന്നോട്ട് വെച്ച്. കോമഡി. ആ കോമഡി മിക്കവാറും റേറ്റിംഗ് കിട്ടുകയും ചെയ്യും. എന്താ മുഖത്തെ ഭാവം? പിന്നെ രതി നിർവഹത്തിലെ 2ാം നായകനായിട്ട് എടുക്കും. ഒന്നൂടെ കാണിച്ചാൽ ആ ഭാവം ഇപ്പൊ കാണിച്ചത് എനിക്ക് വല്ലാതായി പോയി. ഞാൻ ഭാര്യ ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് വല്ലാതായി പോയി മരുമോന്റെ ആ ഭാവം കണ്ടിട്ട്. ആട്ടുകാലിൽ കൂടെ ഫ്രണ്ട് വെച്ച് കൊടുത്താൽ മോളെ മറ്റേ അടുത്ത അടവ് കാണിച്ചു കൊടുത്തു. ഇവന്റെ ഭാവമൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അത് പോയി കേട്ടാ. 2 കൈ ഉണ്ടായിട്ട് അവള് കാലയിലടിച്ച് ഒച്ച കേൾപ്പിക്കും. ഞാൻ ഒരു സംശയം, നീ നിനക്ക് ബുദ്ധി ഇല്ലാത്തതാണോ ബുദ്ധി ഇല്ലാതായിട്ട് അഭിനയിക്കണോ? അവർ ഒച്ച കേട്ടോ, ബാബുണ്ണയുടെ ഉയരവും ബാബു നമ്പൂതിരിയുടെ ഒച്ചയും. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മരുമോനോട്ട് ഞാൻ ഇനിയിപ്പം ഇനി വല്ല കല്യാണത്തിന് ചെന്ന ഇവന്റെ പുറകിൽ നിന്ന് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ഡബ് ചെയ്യേണ്ടി വരില്ലേ? ഇല്ലെങ്കിൽ സ്വനപേടകം മാറ്റി വെച്ച് കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ എന്തായാലും മോളെ നീ ഒന്നും കൂടെ ആലോചിച്ചോ? ആലോചിച്ചു, ഇവനെ തന്നെ മതി. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഗുരുക്കളുടെ പേരെന്തുവാ? എന്റെ പേര് എന്തായാലും കൊല്ലസുതി എന്നല്ല, പേടിക്കണ്ട. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം അപ്പൊ ആ 4 ആൾ കേൾക്കാൻ ഞാൻ പറയാൻ പോവാണ്. എന്റെ മോക്ക് എന്തായാലും ഇവനെ മതി. അതുകൊണ്ട് എന്റെ എന്തായാലും എന്റെ മരുമകനായിട്ട് ഞാൻ ഇവനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മരുമോനായ എന്താ കുഴപ്പം? ഞാൻ മരുമോനായാലോ? എന്നാ വടക്കം പോലെയും കാലി പോലെ അങ്ങ് മാറിയെന്ന്. അല്ല, നിങ്ങൾ പറ. ഇനിയിപ്പോ ഞാൻ പറയുമ്പോ പറഞ്ഞ പക്ഷാപാതം പറഞ്ഞു എന്ന് പറയും. നിങ്ങളങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഭൂരിഭാഗം ഞാനാ. ആണല്ലേ?
ഭൂരിഭാഗം ഒരു കാര്യം ചെയ്യും, നമ്മൾ ഇനി രണ്ടുപേരെ ടീം കൂടെ അടികൂടേണ്ട കാര്യമല്ല. നിങ്ങളാണല്ലോ പുള്ളിയുടെ തന്ത. നിങ്ങൾ തന്നെ തീരുമാനിച്ചു. പുള്ളിയുടെ തന്തയല്ല, മോളുടെ തന്ത. മോളുടെ തന്തയാണ്. ഞാൻ അതേ മുഖഷേപ്പ്, ഞാൻ പുള്ളിയുടെ തന്ത എന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്ക് പറ്റി സൗന്ദര്യം കൊണ്ട് ഞാൻ അവന്റെ മേളിലാണെങ്കിലും അതുകൊണ്ട് അങ്ങനെ തോന്നുക. ഗുരുക്കളുടെ ഫേസ് കണ്ട ഉണ്ടംപൊരിയുടെ ഫിഗർ ചെയ്യാൻ പറ്റും തോന്നുന്നു. ആണ് നല്ല കോമഡി. അത് തരുവാണെങ്കിൽ 4 ആക്കി കണ്ടിച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് കൊടുക്കാം. ഒരിക്കലും ഇപ്പൊ മനസ്സിലായില്ലേ? എന്നെ ശരിക്കും മരുമാനാണ് തീരുമാനിച്ചോ? സംശയം എന്ത്? നീ എന്റെ മെളുക തലയുടെ മെളുക ചാടിയില്ലേ? അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ചു, നീ തന്നെ എന്റെ മരുമോൻ, നീ തന്നെ എന്റെ മരുമോൻ. എന്റെ ഡെവറ മോളെ ഇരിക്കടി. എന്റെ പൊന്നു മോനെ. അയ്യോ, ഭാര്യ ഉപേക്ഷിച്ചു പോയ ഒരു പാവം ചേകവനാണ്. എനിക്ക് വലിയ കഴിവൊന്നുമില്ല. കഴിവില്ലാത്തോണ്ട് തന്നെ അവർ ഉപേക്ഷിച്ച് പോയത്. എന്തെങ്കിലുമൊക്കെ കഴിവ് വേണ്ടേ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണോ? ഞാൻ അതല്ലാന്ന്, എനിക്ക് വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലാത്ത ഒരാളാണെന്ന്. അങ്ങനെ ഓക്കെ എടാ, അതുകൊണ്ട് ഈ മരുമോൻ പറഞ്ഞ ഡെലിവറി നമുക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്താം. അവിടെ ആകുമ്പോൾ 4 നേരം മൃഷ്ടാന ഭോജനം. പച്ചറൊട്ടി കിട്ടും, മുട്ട കിട്ടും, വെണ്ണ കിട്ടും, പാല് കിട്ടും. മുട്ട മൊത്തം ഞാനെടുക്കും, ബാക്കിയുള്ള എല്ലാ സാധനം തരും. ബക്കറ്റും പായും കിട്ടും. ബക്കറ്റ് ഞാനെടുക്കും. എനിക്കിപ്പോ പായുടെ ആവശ്യമില്ലല്ലോ, ആ നിങ്ങൾക്കാണല്ലോ ആവശ്യം. അപ്പൊ നിങ്ങൾ പായ എടുക്കുന്നു, ഞാൻ ബക്കറ്റ് എടുക്കുന്നു. മുട്ട, പാല്, വെണ്ണ നമ്മൾ ഷെയർ ചെയ്ത് കട്ടിലിനടിയിൽ നിന്ന് അടിക്കുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ? ഡെലിവറി അല്ല, സ്ത്രീധനം എന്ത് കൊടുക്കുന്നാ ചോദിച്ചേ? സ്ത്രീധനാണോ? അയ്യോ, ഒരു കാര്യം ചെയ്യാം. സ്ത്രീധനാണ് എന്ന് ചോദിച്ചതെങ്കിൽ എന്റെ 18 കളരെയും 15 ശിഷ്യന്മാരെയും ഞാൻ ഇവന് സ്ത്രീധനമായിട്ട് കൊടുക്കും. 15 ശിഷ്യന്മാരെ? ഹലോ, എവിടെ 15 ശിഷ്യന്മാരോ? ശിഷ്യന്മാരെവിടെ? 15 ശിഷ്യന്മാരും അതായത് വെട്ടാൻ പോയിരിക്കുക. യുദ്ധമല്ല, അതായത് ഇവിടെ ഒരു കല്യാണ മണ്ഡപം ഉണ്ട് ഇവിടെ. അവിടെ കല്യാണം നടക്കുന്നുണ്ട്. വിളിച്ചിട്ടില്ല, ഞാൻ അവരെ പറഞ്ഞു വിട്ടേക്കാം. നല്ല വെട്ടുന്ന ഒരു ഉരുളാന്നൊക്കെ പറഞ്ഞ ആന കണ്ട കണ്ണു മുഴുവൻ. വിളിക്കാത്ത കല്യാണത്തിനൊക്കെ വിടുന്നത് വളരെ മോശമല്ലേ? പിന്നെ സത്യത്തിൽ സംഭവം എന്നറിയുമോ? സത്യത്തിൽ വിളിച്ചിട്ടില്ല. ഞാൻ ഇവന്മാരോട് പറയും, എന്നെ വിളിച്ചു, അപ്പൊ ഞാൻ വരില്ല, എന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഇവന്മാരെ പറഞ്ഞു വിടും. പക്ഷെ 4 പൊതിയായിട്ട് അമ്മ വരുവുള്ളൂ. നമുക്ക് ഉച്ചക്ക് പഠിക്കാൻ, വൈകുന്നേരം അത്തോളം അടിക്കാൻ പാകത്തിനുള്ള പൊതിയായിട്ട് അമ്മ. വേറെ കാര്യം, ശരിക്കും ചേകവന്റെ നാട് ഇവിടെ? എന്റെ ശരിക്കും നാടെന്ന് പറഞ്ഞാൽ തുളുനാടാ. പക്ഷെ ഞാനിപ്പോ വരുന്നത് കടത്തനാട് നിന്നാണ്. മനസ്സിലായില്ല? അത് കടം വന്ന് കയറിപ്പോ അവിടെ നിന്ന് കടത്തി വിട്ട് നാട്ടുകാരെ കൂടി. അങ്ങനെ ഞങ്ങൾ കടത്തനാട്ടുകാരായി. അതല്ല ഇപ്പൊ ഇവിടെ വരുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് കുറച്ച് വടക്കുന്ന. വടക്കെന്ന് പറഞ്ഞ തെക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അല്ല, വടക്ക് എവിടെയാണെന്ന്? വടക്ക് അവിടെ ആയിട്ട്. അല്ലല്ല, ഈ വടക്കിൽ നിന്ന് എവിടെ നിന്നാണ് വരുന്നത്? വടക്ക് എങ്ങും നിന്നും വരില്ല. വടക്ക് അവിടെ തന്നെ നിൽക്കും. നമുക്ക് വേണമെങ്കിൽ വടക്കും ഇങ്ങോട്ട് വരാം. എനിക്കാണ് തെറ്റുപറ്റും. ഞാൻ ഇത് ചോദിക്കാൻ പാടില്ല. നിന്നോടല്ലടാ ഞാൻ പറഞ്ഞു. ഞാൻ തുളുനാട്ടിൽ നിന്ന് പറഞ്ഞ ഒരു കുത്തുകുത്തിച്ച് ഒരു കറക്കിറക്കാൻ നിന്റെ പുക്കൾ ഇവിടെ കിടന്ന് പമ്പരം കറങ്ങാനായിട്ട് കറങ്ങൂട്ടോ. മറ്റേ പാമ്പുകുളിയെ പാമ്പുകുളിയുടെ കറന്ന് കറങ്ങാനായിട്ട് കറങ്ങണം. മനസ്സിലായോ? ചേട്ടന്റെ അച്ഛനും ഇത് തന്നെയാണോ പണി? എന്റെ അച്ഛനെ ഒന്ന് കാണണം മോനെ. അച്ഛനെ ഒന്ന് കാണണം. പിന്നെ കണ്ട അപ്പോഴും കാശ് കടഞ്ഞു കൊടുക്കും. വർത്തനം പറയട്ടോ. അതൊന്നുമല്ല, ഇവൻ പറഞ്ഞ എല്ലാ കാര്യം. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ 6, 6:30, 7, 7:30. അതെ ഇതെന്താ അച്ഛനെ ലേലം വിളിക്കുകയാണ്? അച്ഛനെ ലേലം വിളിച്ചതല്ല, അച്ഛന് കണക്കം പറയാൻ പറയുകയാണെങ്കിൽ 7 അടി പൊക്കം. 7 അടി പൊക്കം. പിന്നെ അല്ലാന്നോ, അച്ഛനങ്ങ് ദൂരത്തിന് വന്ന കണ്ടല്ലോ, ഒരു രാജാവ് വരുന്ന പോലെ ഒരു വരവാ. പക്ഷേ അടുത്ത് വന്ന കണ്ടല്ലോ, കറക്റ്റ് പിച്ചക്കാരൻ. നീ എന്റെ കഴിവിനെ അറിഞ്ഞിട്ടാണോ നീ പറയണേ? നീ ഞാൻ മുണ്ടെടുക്കണം, നീ ഒന്ന് കാണണം. എന്നിട്ട് വേണം ഞാൻ ഒളിഞ്ഞു നോക്കിയെന്ന് പറയാം. അതല്ല സംഭവം, അതല്ലത്. ഞാനിപ്പോ ഒരു മുണ്ടെടുക്കും. മുണ്ടെടുത്ത ഒറ്റ കുടച്ചലം കൊടുങ്ങ കഴിഞ്ഞാൽ കാട്ടുപന്നി എഴുന്നേറ്റ് ഓടും. അത്രയും മാറ്റം. ഏട്ടക്കാരൻ ഇറങ്ങിയാണ് ഒറ്റ കെട്ടറ. ഒരു മുണ്ടിന്റെ ഒരൊറ്റ ഞാൻ തെങ്ങ് കെട്ടും, ഒരറ്റം എന്റെ അരയെ കെട്ടും. അതിനേക്കാളും നാട്ടുകാരെല്ലാം കൂടെ ഉടുമുണ്ട് അഴിച്ച് തെങ്ങി കെട്ടി എന്നങ്ങ് പറഞ്ഞാ പോരെ? ഞാന് മർമ്മം അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിക്കുക. ഇല്ലെങ്കിൽ മോളെ ഇവന്മാരിവിടെ കിടന്ന് ഇവിടെ. പക്ഷെ ഞങ്ങൾക്ക് മർമ്മം അറിഞ്ഞൂടാ, ഞങ്ങൾ വല്ലയിടത്തോട്ട് കുത്തി തരും. അത് നീ കുത്താൻ പാടാ. നീ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കച്ച കെട്ടണ കാര്യം പറഞ്ഞേ. ഞാനുണ്ടല്ലേ കച്ച കെട്ടിയിട്ട് തെങ്ങും എന്റെ അരയും തമ്മിൽ അങ്ങ് വലിക്കും. ഒരൊറ്റ വലി വലിക്കുമ്പോ ഈ തെങ്ങ് കിടന്ന ഒരൊറ്റ കുലുക്കം കുലുക്കും. അയ്യോ, അത്ര ആ കുലുക്കം കുലുന്നൊക്കെ നിസ്സാര കുലുക്കമല്ല, ഭയങ്കര കുലുക്ക. അപ്പൊ ഈ തെങ്ങിന്റെ മേളിലുള്ള തേങ്ങ, ഞവണിക്ക, ഞൊട്ട, ഞോള ഇതെല്ലാം അങ്ങ് അഴുകി പിന്നല്ലേ ഇപ്പൊ നാട്ടിലെ കംപ്ലീറ്റ് തെങ്ങിൽ തേങ്ങ ഇടുന്ന ഞാനാ. അതിനെ
ഒരു തെങ്ങിന് 50 രൂപ വെച്ച് മേടിക്കും. പിന്നെ പോരാ നേരത്ത് തേങ്ങയുടെ ഒറ്റ കൊത്തു കൊത്തും. ഞാൻ അതും വീട്ടിൽ കൊണ്ടുപോകും. ഫോണോ ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. നാട്ടിൽ ശിഷ്യന്മാരായിരിക്കും അല്ല ഇവിടെ പറഞ്ഞതാ. ഹലോ ഇല്ല ഇന്ന് വരുന്നില്ല. എന്നെ വിശ്വസിക്കൂ, ഞാൻ ഇന്ന് വരുന്നില്ല. ഞാൻ അടുത്ത ഞായറാഴ്ച വരുള്ളൂ. ഇവിടെ കുറച്ച് പരിപാടി ഉണ്ട്. അതെ ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാം, എന്നെ വിശ്വസിക്കാം. ഓക്കെ എന്താ നാട്ടിൽ നിന്ന് വിളിച്ചാടാ അവർക്ക് ചുമ്മാ അങ്ങ് വിളിക്കുക. എന്താ കാര്യം എന്തോ? അല്ല വിശ്വസിക്കാൻ ഞാൻ ഇന്ന് അങ്ങോട്ട് ചെല്ലോ ഇല്ലയോ എന്ന് അവർക്ക് അറിയണം. വിശ്വാസം. അതെ അത്രയ്ക്ക് സ്നേഹമാണോ? അല്ല സ്നേഹമല്ല, ഇദ്ദേഹം വന്നില്ലെന്ന് അറിഞ്ഞിട്ടാണ് അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ബാത്റൂമിൽ കുളിക്കാൻ കയറാൻ. നീ എങ്ങനെയാ അറിഞ്ഞേ? എന്റെ ഭാര്യ ഇവിടെ അടുത്തല്ലേ? സത്യമാണോ? പിന്നെ എനിക്ക് ഡൗട്ട്. കാരണം നിങ്ങൾ ഈ മരുമകനല്ലേ ഈ മാമാങ്കത്തിനൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അല്ല ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പോയിട്ടുണ്ടോന്നോ? 2 പ്രാവശ്യം പോയിട്ടുണ്ടാവും. 2 പ്രാവശ്യം മാമാങ്കത്തിനോ? എങ്ങനെ ജയിച്ചു തന്നിട്ട്? അല്ലല്ല, ആടിയും കൊണ്ട് മുണ്ടും വലിച്ചു കയറി ബേബി ശാലിനി ഓടി വന്ന് കയറാൻ വീട്ടിലേക്ക് അവൻ രക്ഷപ്പെട്ടില്ല. 18 അടവം പ്രയോഗിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ രോമത്തെ പോലും തൊടാൻ പറ്റില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പുള്ളി സംസാരിക്കുന്നതേ സംസാരം സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്? അവനങ്ങനെ സംസാരിക്കാൻ പുള്ളിയൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ലല്ലോ. ഞാൻ അവനങ്ങ് നിർത്തിക്ക ബഹുമാനം. അവൻ ആദ്യം പോയപ്പോ 18 അടവും പയച്ചിട്ട് അവന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഇവിടെ വെച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് 19ാമത്തെ അടവ് ഞാൻ ഇവനെ പഠിപ്പിക്കാൻ പോവാ. ഈ പുരുഷരെ നോക്കി നിൽക്കും. അടവ് പഠിപ്പിക്കും. ആരും ഇരിക്കരുത്, എഴുന്നേറ്റിക്കണം. അടവ് പഠിപ്പിക്കാൻ 19ാമത്തെ നീ വാളുമെടുത്ത് നേരെ സാമൂതിരിയുടെ സൈന്യത്തിന്റെ നേർക്ക് അങ്ങ് ചെല്ലുക. എന്നിട്ട് നെഞ്ചും പിരിച്ച് സാമൂതിരിയുടെ സൈന്യത്തിന്റെ നടുക്കങ്ങ് നിന്നിട്ട് താളബോധമില്ലാത്തൊരു ഒറ്റ കീച്ച് മുത്തേ സാത്തേ എന്ന് വിളിച്ച് അനതുരാവ് എന്നാണ് അല്ലോ മുത്തേ സാത്തേ. ഇങ്ങനെ ഈ പാട്ടങ്ങ് പാടുമ്പോ സാമൂതിരിയുടെ മറ്റേ ഭടന്മാരില്ലേ, അവരങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വെട്ടി അവരങ്ങ് ചാകും. അങ്ങനെ ഞാൻ ജയിക്കും. അംഗം ജയിക്കും. നല്ലതാണ് അല്ലേ? എനിക്ക് സമയമില്ല. അതല്ല സംഭവം തന്നെ. നാദാപുരത്ത് അങ്ങാടിയിൽ ശല്യക്കാരായ 4 വേട്ടാവളിയന്മാരുടെ കഴുത്ത് വെട്ടിയിട്ടാ ഞാൻ. ഇനി ചെന്നിട്ട് അവരുടെ വാലുകളെ വെട്ടി പഞ്ചായത്തിൽ കൊടുക്കുമ്പോ പേപ്പട്ടി പിടിച്ചു കൊടുത്തതിന്റെ പൈസ കിട്ടും. ആ പൈസ കൊടുത്തിട്ട് വേണം എനിക്ക് അരി മേടിക്കാൻ. അപ്പൊ നോക്കി നിൽക്കാൻ സമയമില്ല. അപ്പൊ ഓക്കെ. അപ്പൊ നിങ്ങളുടെ കല്യാണം ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് പായ എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട്